സംസ്ഥാനത്ത് റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്കെന്ന് വാർത്ത. ഈ മാസം വിതരണം ചെയ്യാനുള്ള സാധനങ്ങൾ റേഷൻ കടകളിൽ ഇല്ല. കഴിഞ്ഞ മാസം ബാക്കി വന്ന സാധനങ്ങളാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. വാതിൽപ്പടി വിതരണക്കാരുടെ സമരമാണ് തിരിച്ചടിയായത്. വി എ ഗിരീഷ് തിരുവനന്തപുരത്ത് നിന്നും ടെലിഫോണിൽ ചേരുന്നു. ഗിരീഷ്, ഗുഡ് മോർണിംഗ്. വിശദാംശങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. സംസ്ഥാനത്തെ റേഷൻ വിതരണം അതിഗുരുതരമായ ഒരു പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്നു. റേഷൻ കടകളിൽ ഭക്ഷ്യധാന്യങ്ങൾ വളരെ കുറവാണ്. ഈ മാസം വിതരണം ചെയ്യാനുള്ള സാധനങ്ങൾ ഒന്നും തന്നെ റേഷൻ കടകളിൽ എത്തിയിട്ടില്ല. ഇപ്പോൾ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ മാസം റേഷൻ കടകളിൽ ബാക്കി വന്ന നീക്കിയിരിപ്പുണ്ടായിരുന്ന സാധനങ്ങൾ മാത്രമാണ്. ഈ വാതിൽപ്പടി വിതരണക്കാരുടെ സമരമാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ഒരു തിരിച്ചടിയായിരിക്കുന്നത്. നേരത്തെ മലബാർ മേഖലയിലാണ് ഈ പ്രശ്നം നിലനിന്നിരുന്നതെങ്കിൽ ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി റേഷൻ വിതരണം പ്രതിസന്ധിയിലേക്ക് നീങ്ങുകയും സ്തംഭനത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്ന ഒരവസ്ഥയാണുള്ളത്. വാതിൽപ്പടി വിതരണക്കാർ FCI ഗോഡൌണുകളിൽ നിന്ന് സാധനങ്ങൾ എടുക്കുന്നില്ല. ഇവരാണ് എടുത്ത് റേഷൻ കടകളിൽ എത്തിക്കേണ്ടത്. ഇവർക്ക് 75 കോടി രൂപ കുടിശ്ശികയുണ്ട് എന്നുള്ളതാണ് വാതിൽപ്പടി വിതരണക്കാർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ തുടർന്നാണ് ഇവർ സമരത്തിലേക്ക് നീങ്ങിയതും. ഇവർക്ക് ഈ തുക നൽകാതെ FCI ഗോഡൌണുകളിൽ നിന്ന് സാധനങ്ങൾ റേഷൻ കടകളിൽ എത്തിക്കില്ല എന്ന ഒരു കർശനമായ നിലപാടിലേക്ക് ഇപ്പോൾ വിതരണക്കാർ എത്തിയിരിക്കുന്നു. ഇതേ തുടർന്ന് സംസ്ഥാനത്തെ റേഷൻ വിതരണം ഏതാണ്ട് പൂർണ്ണമായും പ്രതിസന്ധിയിലാവുകയും സ്തംഭിക്കുകയും ചെയ്യുന്ന അവസ്ഥയിലേക്കാണ് SKN ഇപ്പോൾ കാര്യങ്ങൾ എത്തിയിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു വി എ ഗിരീഷ്. എന്തായാലും സാധാരണക്കാർക്ക് റേഷൻ ലഭിക്കാനുള്ള സാഹചര്യം ഉണ്ടാകട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം.